സ്വാഗതം. സൈന ഡയറ കാർഡിൽ ചെറിയൊരു ഭാവി പ്രവചനമാണ് നടത്തുന്നത് കേട്ടോ. അപ്പോൾ 3 കാർഡുകൾ എടുത്തുകൊണ്ട് നമ്മൾ പാസ്റ്റ്, അതായത് ഭൂതകാലത്തിൽ എന്ത് കാര്യമാണ് താങ്കൾ ഇപ്പോൾ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്, രണ്ടാമത്തെ കാര്യത്തിൽ പ്രസൻറ്റിൽ എന്താണ് അനുഭവവേദ്യമായിക്കൊണ്ടിരിക്കുന്നത്, 3 എന്ത് ഭാവിയിലേക്കാണ് താങ്കൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ പാസ്റ്റിൽ എന്ത് കാര്യമാണ് താങ്കളെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കട്ടെ. ഇത് 9 ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡാണ്. 9 ഓഫ് വോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻകാലങ്ങളിലേറ്റ പരാജയങ്ങളും വേദനകളും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ താങ്കളെ തടയുന്നു എന്നുള്ളതാണ്. ഒരു സഹനത്തിൻ്റെ കാർഡാണ്. ഈ വ്യക്തിയുടെ തലയിലെ കെട്ടും നമുക്ക് കയ്യിലെ വടിയും കണ്ടാൽ അറിയാൻ പറ്റും. വടി അദ്ദേഹത്തിൻ്റെ ബോണ്ട് എന്ന് പറയുന്നതാണ്. പക്ഷേ ഈ കെട്ടും മുഖത്ത് ചോരയും ഉണ്ട് വ്യക്തിക്ക്. അപ്പോൾ മുൻകാലങ്ങളിലേറ്റ ചില വേദനകൾ കാരണം മുന്നോട്ട് പോകാതെ സ്റ്റക്കായി നിൽക്കുന്നതാണ് പറയുന്നത്. കറൻറ്റ് എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ റിസ്ക് എടുക്കാൻ തയ്യാറായ ആളെയാണ് ഞാൻ കാണുന്നത്. അതായത് സാമ്പത്തികമായിട്ടുള്ളൊരു പുരോഗതിക്ക് വേണ്ടി ബിസിനസ്സോ പുതിയ ജോലിയോ അല്ലെങ്കിൽ നമ്മൾ വിദേശത്ത് പോവുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ടുള്ള വളരെ നല്ലൊരു എനർജിയാണ്. അതായത് സാമ്പത്തിക ഊർജ്ജം എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യമാണ്. സ്ഥിരതയ്ക്ക് വേണ്ടി നമ്മളൊരു റിസ്ക് എടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ആളെയാണ്. പക്ഷേ ഭയപ്പെടുന്നത് മുൻകാലങ്ങളിലെ പരാജയങ്ങളാണ്. അപ്പോൾ 2 കാർഡും അങ്ങനെയാണ്. ഇനി നാം എവിടേക്ക് പോകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ചോദിച്ചപ്പോൾ 5 ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡാണ് വരുന്നത്. 5 ഓഫ് വോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ വേണ്ടപ്പെട്ടവർ തന്നെ തടയുന്നൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. കാര്യം വെച്ചാൽ നമ്മളൊരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരെ തടയുക എന്നുള്ളത്. പക്ഷേ ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടറിയാൻ പറ്റും. ഈ വ്യക്തിക്ക് അസാമാന്യമായിട്ടുള്ള ചുവപ്പ് വസ്ത്രം എന്ന് പറയുന്ന പാഷൻ്റെ കാർഡാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തി ഈ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകും. പക്ഷേ എവിടേക്ക് പോകുമെന്ന് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഏസ് ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ എക്സ്ട്രാ എടുത്താണ് കാർഡ്. ഏസ് ഓഫ് സോട്ട്സ് എന്ന് പറയുന്ന കാർഡ്, സോട്ട്സ് ആണ്. സോട്ട്സ് എന്ന് പറയുന്ന കാർഡ് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. വിജയത്തിൻ്റെയും കിരീടത്തിൻ്റെയും കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ഈ 6 ഇത് കാണിക്കുന്ന വിജയത്തിൻ്റെതാണ് കാണിക്കുന്നത്, ഈ തീനാളങ്ങൾ. അപ്പോൾ ഇത് 5 എന്ന് പറയുന്ന കാർഡും ഇത് 6 ആകുമ്പോൾ തീർച്ചയായിട്ടും അത് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഒന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഈ സന്ദേശങ്ങളാണ് താങ്കൾ അറിയേണ്ടത്. പുതിയതായിട്ട് എന്ത് കാര്യങ്ങൾ ചെയ്യാൻ തുറക്കുന്നുണ്ടെങ്കിലും അത് റിസ്ക് ആണെങ്കിൽ പോലും അത് തുടക്കത്തിലൊരു നമുക്കൊരു ചെറിയ പ്രതിസന്ധികൾ നേരിട്ടാലും അതിനുശേഷം നമുക്ക് കൃത്യമായിട്ടുള്ള മെൻ്റൽ ക്ലാരിറ്റി കിട്ടി നമ്മൾ ആ വിജയത്തിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഐ വിഷ് യു വെരി ഗുഡ് ഡേ. എന്ത് പുതിയ കാര്യമാണ് താങ്കൾ ചെയ്യാൻ പോകുന്നത് എന്ന് കമൻറ്റ് ചെയ്യാമോ? താങ്ക് യു വെരി മച്ച്. നാളെ രാവിലെ കാണാം.